هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ മക്കയിൽ ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള മുസ്ലിങ്ങളെല്ലാം ഒരു മഹാപ്രവാചകന്റെ ചരിത്രവും ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയുടെ താൽപര്യങ്ങളെക്കുറിച്ചും ഗൗരവതലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മനസ്സ് മുഴുവൻ മക്കയിലാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ആരാധനകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇസ്ലാമിലെ ആരാധനകളെ ഇസ്ലാം നിയമമാക്കിയത് കേവല ആരാധനയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസ ആദർശങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനും നിരവധി സന്ദേശങ്ങളും നന്മകളും മനുഷ്യരെ പഠിപ്പിക്കുവാനുമാണ്. പരിശുദ്ധ ഹജ്ജിനെക്കുറിച്ച് പോലും ഓരോരുത്തരും അവരവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അത് അന്താരാഷ്ട്ര ഉറൂസാണ്, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള യുദ്ധമാണ് എന്നിങ്ങനെയുള്ള ഹജ്ജ് എന്ന മഹത്തായ ആരാധനയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഹജ്ജിന്റെ സന്ദേശമെന്ന്, ഹജ്ജിന്റെ ലക്ഷ്യമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ കഅബാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരികയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്.
ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മനുഷ്യരോട് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഹജ്ജിന് അവർ വരുന്നത്? ഹജ്ജിന്റെ ലക്ഷ്യമെന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നു, ലിയശ്ഹദു മനാഫിഅ ലഹും, പ്രയോജനകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകാനാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരാൻ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഹജ്ജ് കർമ്മത്തിലൂടെ നമുക്ക് പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും സാക്ഷ്യം വഹിക്കാനും ഉണ്ട് എന്നാണ് ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തിയ ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ ഹജ്ജിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്താണ്? ഹജ്ജ് ലോകത്തിന് സമ്മാനിക്കുന്ന സന്ദേശം എന്താണ്? നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത് അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവിനെ മനസ്സിലാക്കുകയും എന്റെ ആരാധനകളും പ്രാർത്ഥനകളും എന്റെ എല്ലാം ഏകനായ സർവാധിനാഥനായ റബ്ബിന് മാത്രമേ അർപ്പിക്കുകയുള്ളൂ എന്ന അതിശക്തമായ പ്രഖ്യാപനമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഹജ്ജിലേക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രഖ്യാപിക്കുന്ന തൽബിയത്ത് എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ റബ്ബേ വന്നിരിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും സ്തുതികളും അതിന്റെയൊക്കെ അവകാശം നിനക്കു മാത്രമാണ്. സർവ അധികാരങ്ങളും നിനക്കു മാത്രമാണ്. യാതൊരു പങ്കുകാരും നിനക്കില്ല എന്ന അതിശക്തമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഒരാൾ ഹജ്ജിലേക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇത് പറയുമ്പോൾ, ഈ തൽബിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തൽബിയത്ത് ചൊല്ലുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർക്കിടയിൽ ജീവിച്ചവർ ചൊല്ലിയിരുന്ന ഒരു തൽബിയത്തുണ്ടായിരുന്നു. എന്താണ് അവർ ചൊല്ലിയ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലിക്കൊണ്ടവർ പറയുന്നു, ലാ ശരീക ലക ലബ്ബൈക്, നിനക്കൊരു പങ്കാളിയുമില്ല എന്ന് പറയുകയും മക്കയിലെ മുശ്രിക്കുകൾ അവർ പറയുന്നൊരു തൽബിയത്തുണ്ട്, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവലക തംലികുഹു വമാ മലക, നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന അങ്ങനെ ചില പങ്കാളികൾ നിനക്കുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു. അവർ ലാത്തയോട് പ്രാർത്ഥിച്ചു, മനാത്തയോട് പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ പറയുന്നു, അവരെല്ലാം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. പക്ഷേ ഒരിക്കലും അവരല്ല ഞങ്ങളെ സഹായിക്കുന്നത്. അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അവര് ഞങ്ങളെ സഹായിക്കുന്നത് എന്ന വികലമായ വിശ്വാസമുള്ള ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും അവർക്കിടയിലാണ് ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത്. അവരോട് പറയുന്നു, ഇലാ ശരീക ലക്, ഒരു പങ്കാളിയുമില്ല എന്ന് പ്രഖ്യാപനവുമായി കൊണ്ടാണ് അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ് തൗഹീദിന്റെ ഒന്നാമത്തെ സന്ദേശമെന്ന കാര്യം നമ്മൾ മറക്കരുത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ മോചനമെന്ന് പറയുന്നത് അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ്, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. നിർഭയത്വം നഷ്ടപ്പെടുത്തുന്നത് മോചനം യാഥാർത്ഥ്യമാകാത്തത് കൊണ്ടാണ്. ജാരങ്ങളിലും പുണ്യമരങ്ങളിലും പുണ്യപുഷ്പങ്ങളിലും അവരെല്ലാം അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന വികലമായ വിശ്വാസം പുലർത്തിപ്പോരുന്നവർ ഇന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിനെ നമ്മൾ സ്മരിക്കേണ്ടത്. ആ ദഅവത്ത് ഇനിയും തുടരേണ്ടതുണ്ട് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും ഒരു സൃഷ്ടികളോടും പ്രാർത്ഥിക്കരുതെന്നും
ഒരു സൃഷ്ടിക്കും അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ചപ്പോൾ അവരുടെ മഹാന്മാരെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവര് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അവര് പറഞ്ഞത്, നിങ്ങൾ മഹാന്മാരെയാണ് ചീത്ത പറയുന്നത്, നിങ്ങൾ മഹാന്മാരെയാണ് ഒഴിവാക്കുന്നത്, നിങ്ങൾ മഹത്തുക്കളെയാണ് ഒഴിവാക്കി കളയുന്നത്. അങ്ങനെ നിങ്ങൾ അവരെ ഒഴിവാക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് കുരുത്തക്കേട് കിട്ടും, നിങ്ങൾക്ക് അവരുടെ ശാപകോപങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തന്റെ പ്രബോധിത സമൂഹം പേടിപ്പിച്ചപ്പോൾ, പേടിപ്പെടുത്തിയപ്പോൾ, ഭയപ്പെടുത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് തിരിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ പങ്കുചേർക്കുന്ന പങ്കാളികളെ ഞാൻ എങ്ങനെ ഭയപ്പെടും? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ലാതെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ യാതൊരു ഭയപ്പാടും നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിങ്ങൾ പങ്കുചേർക്കുന്നവരെ ഭയപ്പെടണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻത തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണ്, ഈ കൂട്ടത്തിൽ ഞാനാണോ അതല്ല നിങ്ങളാണോ ഏറ്റവും നിർഭയത്വമുള്ളവരെന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അവരോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. എന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിച്ചവർ, ഈമാനിൽ ദുൽമ കലരാത്തവർ അഥവാ ശിർക്ക് കലരാത്തവർ, ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു ചിന്തയും ഹൃദയത്തിലില്ലാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർമാണ് സത്യസന്ധമായ ഏറ്റവും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിനെ ആഗോള ഉറൂസായി ചിത്രീകരിക്കുന്നവർ ആലോചിക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട് നിരവധി രംഗങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലുണ്ട്. പക്ഷേ ഒരിടത്തു പോലും അവരോട് തേട്ടമില്ല, അവരോട് പ്രാർത്ഥനയില്ല. അല്ലാഹ് അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് അവര് ഞങ്ങളെ സഹായിക്കട്ടെ എന്ന നിലയിൽ ഒരിക്കലും സഈനിടയിൽ ഒരു പ്രാർത്ഥനയില്ല, ഒരിക്കലും ജംറയിലെ ഏറിനിടയിൽ പ്രാർത്ഥനയില്ല. എല്ലാം അള്ളാഹുവിനോടാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്, അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്, അതാണ് നിർഭയത്വത്തിന്റെ മാർഗം, അതാണ് സമാധാനത്തിന്റെ മാർഗം, അതാണ് സാഹോദര്യം പഠിപ്പിക്കുന്ന മാർഗമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ മർമ്മപ്രധാനമായ കർമ്മമെന്ന് പറയുന്നത് അറഫയിൽ നിൽക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, അറഫാ ദിവസത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. എന്നിട്ട് പറഞ്ഞു, അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനായുള്ളൂ എന്ന അതിശക്തമായ പ്രഖ്യാപനമാണ്. അവൻ ഏകനാണ്, അവനൊരു പങ്കാളിയുമില്ല, അവനാണ് എല്ലാവിധ ഹംദുകളും, അവനാണ് എല്ലാത്തിനെയും ജീവിപ്പിക്കുന്നവൻ, അവനാണ് എല്ലാത്തിനെയും മരിപ്പിക്കുന്നവൻ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ലോകം നിയന്ത്രിക്കാൻ CM-ന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഈ ദിക്ർ ചൊല്ലാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ വിശ്വാസത്തോടുകൂടി ഒരിക്കലും സാധ്യമല്ല. ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വലിയാണെന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇസ്ലാമിന്റെ തൗഹീദിനെ പറ്റി ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദിന്റെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ലോകത്തിന് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധമായ ഹജ്ജ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിരുപാധികം അനുസരിക്കാൻ, ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മെ പരിശീലിപ്പിക്കുന്നു. ബുദ്ധിയുടെയും യുക്തിയുടെയും മാനദണ്ഡം പറഞ്ഞ് പല ആളുകളും മതത്തിന്റെ പല കാര്യങ്ങളും നിഷേധിക്കുന്ന കാലത്താണ് ഈ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്, ഈ സന്ദേശം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം അള്ളാഹുവിന് കീഴൊതുങ്ങുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എനിക്ക് ചിന്തിക്കാനില്ല, ആലോചിക്കാനില്ല, എന്നെ സൃഷ്ടിച്ച
എനിക്ക് കണ്ണുകൾ നൽകിയ, എനിക്ക് കാതുകൾ നൽകിയ, എനിക്ക് ബലിഷ്ഠമായി ശരീരം നൽകിയ എന്റെ റബ്ബിന് ഞാനിതാ കീയൊതുങ്ങുന്നു എന്ന അതിശക്തമായ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനിടയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ മനുഷ്യരും എന്തിനാണ് തവാഫ്, എന്തിനാണ് സഅയ്, എന്തിനാണ് കഅബക്ക് ചുറ്റും കാബയെ ഇടതുഭാഗത്താക്കി 7 വട്ടം ചുറ്റണം, എന്തിന് 8 വട്ടം ചുറ്റിക്കൂടാ, എന്തുകൊണ്ട് 6 വട്ടമായിക്കൂടാ എന്നൊരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, എന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. അത് ഇരു കൈകളും കെട്ടി സ്വീകരിക്കാൻ മുസ്ലിമായ എന്റെ ബാധ്യതയാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ബുദ്ധിയുടെ മാനദണ്ഡം വെച്ച് ഒരിക്കലും ഞാനതിനെ എടുക്കാൻ പാടില്ല എന്ന ചിന്തയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്ന സന്ദേശം. നിങ്ങൾ നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിൽ കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദിന്റെ മുന്നിൽ ഒന്നുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ചിന്തനീയമായ വാചകമാണ്. വല്ലാഹി വല്ലാഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവാണേ സത്യം, ലഅലമു അന്നക ഹജറുൻ, ഹജറുൽ അസ്വദിനോട് പറയുന്നുണ്ട്, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഹജറുൽ അസ്വദെ ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഞാൻ നിന്നെ ചുംബിച്ചത് എന്റെ റസൂൽ എന്റെ കരളിന്റെ കഷ്ടം നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ടാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ എന്റെ ബുദ്ധി കൊണ്ടത് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ, ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ, പുതിയ കാലത്തെ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശിആറുകളെ പരിഹസിക്കുന്നവരല്ല മുസ്ലിങ്ങൾ, നിന്ദിക്കുന്നവരല്ല മുസ്ലിങ്ങൾ, പുറകാല് കൊണ്ട് തട്ടിമാറ്റുന്നവരല്ല മുസ്ലിങ്ങൾ. അള്ളാഹു പറഞ്ഞു എന്ന് കേട്ടാൽ, പ്രവാചകൻ പറഞ്ഞു എന്ന് കേട്ടാൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നവരാണ്. അത് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് അതാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വരുന്നത്. സമ്പന്നരുണ്ട്, പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, തൊലികറുത്തവനുണ്ട്, വെളുവെളിച്ചവനുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും ഒന്നിച്ചാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വരുന്നത്. ഏത് എസിയിൽ മാത്രം ജീവിച്ചവർ, ശീതീകരിച്ച റൂമുകളിൽ മാത്രം ഇരുന്നവരും ജോലി ചെയ്തവരും ജീവിച്ചവരും അവർക്കും ഒരു ദിവസം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ദിനങ്ങളിൽ മുസ്ദലിഫയിൽ ആകാശത്ത് സൂര്യനും താഴെ ഭൂമിയും അതിനിടയിൽ കടന്നുറങ്ങണം. അങ്ങനെ ഒരു ദിവസമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. മുസ്ദലിഫയിൽ രാപ്പാർക്കണം. അതാരും ഒരു പണക്കാരനും അതിൽ നിന്ന് ഒഴിവല്ല. നിങ്ങൾ നോക്കൂ, ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ് ഈ ഹജ്ജ് കർമ്മം നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ഏത് പണക്കാരനാണെങ്കിലും അവിടെ ആ ത്യാഗം സഹിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല സഹോദരങ്ങളെ, സമത്വത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു തരികയാണ്. ഉച്ചനീചത്വങ്ങളില്ല, സവർണരെന്നോ അവർണരെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരേ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഒരേ വസ്ത്രം ധരിച്ച് ഒരേ ദിക്റുകൾ ചൊല്ലി ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഫദ്ല ലി അറബിയ്യിൻ അല അജമിയ്യിൻ, ഒരു അറബിക്കും ഒരു അനറബിയേക്കാളും ശ്രേഷ്ഠതയില്ല, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല തഖ്വയിലല്ലാതെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായിട്ടാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്ന അഞ്ചാമത്തെ സന്ദേശം മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മഹ്ശറിനെ കുറിച്ചും കൃത്യമായ ഒരു ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദിവസത്തിൽ 1-2 ഡ്രസ്സ് മാറുന്ന മനുഷ്യർ, ദിവസം 1-2 ഡ്രസ്സ് മാറുന്ന ആളുകൾ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെ വസ്ത്രം ധരിക്കാത്ത ആളുകൾ, അവിടെ ചെന്നു കഴിഞ്ഞാൽ 2 വസ്ത്രമാണ് ധരിക്കുന്നത്, 2 വെള്ളത്തുണിയാണ് ധരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസുലൂൻ. ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ മനുഷ്യ ജീവനുണ്ടോ അവരെല്ലാവരെയും ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അള്ളാഹുവിന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരേ രൂപത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. 2 വസ്ത്രത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ നോക്കൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്കുണ്ടാവുക? എന്താ നമ്മുടെ കയ്യിലുണ്ടാവുക? വാഹനമില്ല, വീടില്ല, സൗകര്യങ്ങളില്ല.
2 തുണിയിൽ പൊതിഞ്ഞാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഖിയാമത്തിനെയും മനസ്സിന്റെ ഉള്ളിലേക്ക് ഓർമ്മ പുതുക്കാനാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മന്റെ എല്ലാ നന്മകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും അറഫ നോമ്പെടുത്തിട്ടാണ് പള്ളിയിലെത്തിയത്. അറഫ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. 2 കൊല്ലത്തെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്ന നോമ്പാണ്. ഈ ദിവസത്തിന്റെ പുണ്യം ദിക്റുകളും ദുആകളും തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും അധികരിപ്പിക്കേണ്ട ദിവസമാണ്. ഇന്ന് സുബഹി മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ 13ന്റെ അന്ന് അസർ വരെ തക്ബീറുകൾ അധികരിപ്പിക്കണം. ചില ആളുകൾ വിചാരിച്ചത് അറക്കുമ്പോൾ മാത്രമേ തക്ബീർ ചൊല്ലണ്ടൂ എന്നാണ്. പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ തക്ബീർ അധികരിപ്പിക്കാം. വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീറുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. തക്ബീറുകൾ വർദ്ധിപ്പിച്ച് ദിക്റുകൾ വർദ്ധിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളാണ്. പെരുന്നാളിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതേപോലെ മഴയില്ലാത്തൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഈദ്ഗാഹ് ഇവിടെ ഉണ്ടാകും. 7:15 നമ്മുടെ നിസ്കാരം ആരംഭിക്കുക. എല്ലാവരും സമയത്തിന് എത്തിച്ചേരുക. പെരുന്നാളിന്റെ എല്ലാ സുന്നത്തുകളും പരമാവധി നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഉദ്ഹിയ്യത്തിന്റെ അറവ് ഞായറാഴ്ച 7 മണിക്കാണ് ആരംഭിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. സാധാരണ ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഈദ് മുസല്ലയിലേക്ക് പോകാറുള്ളത്. വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് പഠിക്കാൻ കഴിയും. പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധ മക്കയിലുണ്ട്. അവർക്കെല്ലാവർക്കും ഏറ്റവും മനോഹരമായി അത് പൂർത്തീകരിച്ച് ആരോഗ്യത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പരിശുദ്ധ മണ്ണിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാനും അത് പൂർത്തീകരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്തവരുണ്ട്. ഞാൻ ഈ മെമ്പറിന്റെ മുകളിൽ തന്നെ പലപ്പോഴും പ്രാർത്ഥിച്ച ഒരു സഹോദരിയുണ്ട്. അവര് ഒരിറ്റ് ഭക്ഷണം തൊണ്ടേ കൂടെ ഇറക്കാൻ പറ്റാതെ അന്നനാളം ചുരുങ്ങിപ്പോയൊരു അസുഖമായിട്ട് ചികിത്സയിലായിരുന്നു. അത് മേജർ സർജറി കഴിഞ്ഞു. വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജാണ്. മരണത്തോട് മുഖാമുഖം കണ്ടെക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ദിവസത്തിലൊക്കെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കും. ആ സഹോദരിയുടെ രോഗം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. സ്ട്രോക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ പിതാവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും നമ്മുടെ കുടുംബത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ അത്തരം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ മാത്രം ഉൾക്കൊണ്ട്
പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാ നന്മകളിലും മുന്നേറാൻ, എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണ്, ഫലസ്തീനിന് കേൾക്കുമ്പോൾ തന്നെ കണ്ണിന്ന് കണ്ണീര് വരികയാൻ. പാവപ്പെട്ട കുഞ്ഞുമക്കളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന്റെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട രൂപത്തിൽ വേദനയോടെ, കണ്ണീരോടെ, പെരുന്നാളിന്റെ ഒരു പുതു ഭക്ഷണം പോലും, നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ആ പാവങ്ങൾക്ക് സമാധാനത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസിനെ അതിജയിക്കാൻ, വിജയിക്കാൻ അള്ളാഹു അവർക്ക് ഇസ്സത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.